നീ നീ എന്താ ഇവിടെ? എന്തൊരു ചോദ്യമാ ചന്ദ്രേട്ട ഇത്. എന്റെ ചന്ദ്രേട്ടന് ഒരു ആപത്ത് വന്ന ഉത്തമ ഭാര്യയായ ഞാൻ അറിയാതിരിക്കോ? അതാണ് ദൈവത്തിന്റെ കളി. ദൈവത്തിന്റെ കളിയോ? ആന്തരിക കളി? പതിവ്രതയായ ഒരു ഭാര്യ എവിടെ എത്ര ദൂരെ ഇരുന്നാലും ഭർത്താവിന് ഒരു ആപത്ത് വന്നാൽ അവൾ അതറിയും. ദൈവം അവളെ അതറിയിക്കും. ഈ ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ? ഒരു പതിവ്രതയെ ഇറങ്ങിയേക്കും. ഇതൊക്കെ എന്തോ നീ ബാഗൊക്കെ ആയിട്ട്? എന്റെ ചന്ദ്രേട്ടന്റെ അസുഖം മുഴുവനായിട്ട് മാറിയിട്ടേ ഞാൻ ഇനി പോകുന്നുള്ളൂ. എനിക്കേ ചന്ദ്രേട്ടനെ നന്നായിട്ടൊന്ന് പരിചരിക്കണം. എല്ലാം പൊളിഞ്ഞു. ഇനി രേണുക എങ്ങാനും കേറി വന്നാൽ എല്ലാം തീർന്നു. ഇയാൾ ആ പെണ്ണിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ആ പെണ്ണിനെ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തു വിട്ട കാര്യം ഇയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെയുണ്ട് ചന്ദ്രേട്ടാ? ഇപ്പൊ വേദന കുറഞ്ഞോ? ഇപ്പോഴാണ് ഈ മൂദേവി വേദന കൂടിയത്. ഞാനിപ്പോ ചന്ദ്രേട്ടന്റെ എല്ലാ വേദനയും മാറ്റിത്തരാം. വാ, ഇങ്ങോട്ട് കിടക്ക. എന്നാലും ഇവളിതെങ്ങനെ അറിഞ്ഞു? അതാ മനസ്സിലാകാത്തത്. ഞാൻ ഇതെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും ചന്ദ്രേട്ടൻ ചിന്തിക്കുന്നത്. എന്റെ ചന്ദ്രേട്ടാ, തനിക്ക് ഈ ലതയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ചായയാണോ? നല്ല ചൂടുണ്ട്. പിന്നെ ഞാൻ അവൻ്റെ കൂടെ നിന്നേ എല്ലാം ചോർത്തി തരുന്നത് ലതയോടുള്ള പ്രത്യേകം സ്നേഹമുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കണം കേട്ടോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അതിന്റെ പ്രത്യുപകാരം ഞാൻ തീർച്ചയായിട്ടും ചെയ്തു. ഓക്കെ, അത് മതി. അവനെ അറിഞ്ഞാലേ അന്ന് തീർന്ന് ഞങ്ങളുടെ സൗഹൃദം, അതറിയാമോ? അതുകൊണ്ട് എന്തായാലും കാര്യമായിട്ട് എന്നെ ഒന്ന് പരിഗണിക്കണം. നിങ്ങളോട് പ്രത്യേക പരിഗണന ഉണ്ടല്ലോ, അതിന് ഞാൻ നല്ലൊരു സമ്മാനവും തരുന്നുണ്ട്. സന്തോഷം. ഞാനൊരു ഭാഗ്യവാൻ തന്നെ കേട്ടോ. ഇതാ നിങ്ങളുടെ പ്രതിഫലം. ഇന്നത്തോടുകൂടി നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടുകളും തീർന്നു. ഇതാണ് എൻ്റെ ഒരു രീതി. ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ. എനിക്കറിയാം, എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. സ്ത്രീയെ മനസ്സിലാക്കാത്തവര്. ഉത്തമൻ ഇനി മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുത്.